ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണല്ലോ എൽ ടു എമ്പുരാൻ. ഇപ്പോൾ ഇതാ മലയാള സിനിമയിലെ ഒരേ ഒരു രാജാവ് ലാലേട്ടൻ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന പല റെക്കോർഡുകളുമാണ് ഇപ്പോൾ ലാലേട്ടൻ നേടി. ആദ്യമായിട്ട് ഈ ലിസ്റ്റിൽ വരുന്നത് ഫസ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമയായിട്ട് ഇപ്പോൾ ഇതാ എൽ ടു എമ്പുരാൻ മാറിയിരിക്കുകയാണ്. വിജയ് നായകനായി എത്തിയ ലിയോ എന്ന സിനിമയുടെ ഫസ്റ്റ് ഡേ 12 കോടി എന്ന റെക്കോർഡാണ് ഇപ്പോൾ ലാലേട്ടൻ മറികടന്നിരിക്കുന്നത്. ഏകദേശം 15 കോടിയോളം രൂപയാണ് സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ കളക്ഷൻ നേടി. അതേപോലെ തന്നെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ ലാലേട്ടൻ്റെ തന്നെ സിനിമയായ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന മൂവിയാണ്. ഏകദേശം 20 കോടിക്ക് മുകളിലായിരുന്നു സിനിമയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ. ഇപ്പോൾ ഇതാ അത് വൻ മാർജിനിൽ എൽ ടു എമ്പുരാൻ മറികടന്നിരിക്കുകയാണ്. ഏകദേശം 64 കോടിയോളം രൂപയാണ് സിനിമയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ. മലയാളത്തിലെ പല പ്രമുഖ നടന്മാരുടെയും അതേപോലെ തന്നെ മലയാളത്തിൽ പോസിറ്റീവ് കിട്ടിയ സിനിമയുടെയും ഫൈനൽ കളക്ഷനാണ് ഈ 50 കോടി 60 കോടി എന്നതൊക്കെ. ഇപ്പോൾ ഇതാ ഫസ്റ്റ് ഡേ കളക്ഷനായിട്ട് എൽ ടു എമ്പുരാൻ നേടിയതാണ് 60 കോടി. അപ്പോൾ മനസ്സിലാക്കാം ലാലേട്ടൻ എന്ന ബ്രാൻഡിൻ്റെ പവർ ഏതറ്റം വരെയാണ് എന്ന്. അതേപോലെ തന്നെ ഇനി സിനിമയുടെ മുന്നിലുള്ള രണ്ട് വെല്ലുവിളികളാണ്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ കിട്ടിയ സിനിമ. ഏകദേശം 234 കോടിയോളം രൂപയാണ് അന്ന് സിനിമ കളക്ഷനായിട്ട് നേടിയത്. ആ റെക്കോർഡ് തകർക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാണാം. അതേപോലെ തന്നെ 2018 എന്ന മൂവിയാണ് മലയാളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിട്ടുള്ള മൂവി. ആ റെക്കോർഡും ഇനി എൽ ടു എമ്പുരാൻ മറികടക്കുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അതേപോലെ തന്നെ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ ഏതറ്റം വരെ പോകുമെന്ന് നമുക്ക് കാണാം. അതേപോലെ തന്നെ ഇനി വേറെ ഏതെങ്കിലും സിനിമ ഈ റെക്കോർഡുകൾ മറികടക്കുമോ എന്ന് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാ കൂട്ടുകാരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്.